എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് വീഡിയോ വരാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് പകൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇന്നലെ വൈറലായിട്ടുള്ളൊരു ന്യൂസായിരുന്നു. ഇന്നലെ മെനിങ്ങാന്ന് 2 ദിവസം കൊണ്ട് നല്ല വൈറലായിട്ടുള്ളൊരു ന്യൂസായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ തിരക്കുകളുണ്ട്, എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചില്ല. എന്നാലും വൈകിയാണെങ്കിലും ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിലിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കേൾപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ. സംഭവം മറ്റൊന്നുമല്ല, ഈ ഒരു ന്യൂസ് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് അതുമായിട്ട് വരാം. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് നടി ഹണി റോസ് ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാൻ അത്തരം പരാമർശങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നുണ്ട്. ഇതേ വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ താൻ പോയില്ല, പ്രതികാരം എന്നോണം താൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയാണെന്നും കഴിഞ്ഞിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വേണ്ടി വന്നാൽ താൻ ഈ വ്യക്തിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് പേര് വെളിപ്പെടുത്താതെ ഹണി റോസ് പറഞ്ഞിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ടവർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് നടി ഹണി റോസ്. എറണാകുളം സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി സജിൻ ചേരുകയാണ്. സജിൻ, ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി ഹണി റോസ് ആണ്. എന്തുകൊണ്ട് ഹണി റോസ് പരാതികൾ നൽകുന്നില്ല, എന്തുകൊണ്ട് ഹണി റോസ് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾക്കിടെ ഒടുവിൽ ഹണി റോസ് പ്രതികരിക്കുന്നു, പരാതി നൽകുന്നു. വിശദാംശങ്ങൾ. അല്പസമയം മുൻപാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി നടി ഹണി റോസ് പരാതി നൽകിയത്. ഇന്ന് ഈ ഇത്രയധികം ചർച്ചയ്ക്കിടയാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും നിരവധി പേർ വന്ന് കമന്റുകൾ ഇട്ടിരുന്നു. ഇതിൽ സ്ത്രീവിരുദ്ധമായ അധിക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നടിയുടെ പരാതി പോലീസ് സ്വീകരിച്ച് ഈ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്നാണ് സെൻട്രൽ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നതെന്ന് മുന്നറിയിപ്പായിരുന്നു ഇന്ന് നടി ഹണി റോസ് നൽകിയത്. ഇതിന് കീഴെ പോലും, ഈ ഫേസ്ബുക്കിന് കീഴെ പോലും നിരവധി പേർ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിനെതിരെയാണ്, ഈ പരാമർശങ്ങൾക്കെതിരെ, ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നടത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ നടി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഹലോ. അപ്പോൾ സത്യമാണ്, ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരുപാട് വേട്ടയാടപ്പെട്ട നടി തന്നെയാണ് നമ്മുടെ ഹണി റോസ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നിയമത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇരയാക്കപ്പെട്ടവരുടെ പേര് പറയാൻ പാടില്ലെന്നാണ്. പിന്നെ എന്ത് പറ്റിയോ എന്തോ, ഹണി റോസിൻ്റെ പേര് ഹണി റോസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ പേര് വെളിപ്പെടുത്തില്ലായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും ലൈംഗിക ചുവയോടുകൂടി നോക്കിയാൽ പോലും പീഡനം എന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ ആംഗ്യം കാണിച്ചാലും ചേഷ്ടകൾ കാണിച്ചാലും ഇതെല്ലാം പീഡനത്തിൽ പെടുന്നത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു അനുഭവം നേരിടുകയാണെങ്കിൽ അവർ ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടവരല്ലേ, ഇരകളല്ലേ. അപ്പോൾ ഇരകളുടെ പേര് വെളിച്ചത്ത് വരാമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഹണി റോസിൻ്റെ പേര് ഹണി റോസ് എന്ന് പറഞ്ഞത് ശരിയാണോ? മാധ്യമപ്രവർത്തക ചോദിക്കണ്ടേ? ഇത് ചോദിക്കണ്ടേ? കുറേ ആളുകൾക്ക് ഒരു ടൈപ്പ് നിയമം, വേറെ ചില ആളുകൾക്ക് വേറൊരു നിയമം. അതെന്താ അങ്ങനെ? അതുമാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഇരകളെന്ന് പറയില്ല. അവരുടെ ബയോഡേറ്റ ഫുള്ളായിട്ട് പറയും. അതുമാത്രമല്ല, വേണമെങ്കിൽ അവരുടെ അവരെ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള തണ്ടപ്പേര് സഹിതം വേണമെങ്കിലും പറയും, സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ. അതേസമയം ഇതുപോലെ അറിയപ്പെടുന്ന ഒരാൾ, അതായത് ദിലീപ് കേസിൽ ഇരയാക്കപ്പെട്ട നായികയുടെ പേര് ഇതുവരെയും വിളിച്ചത് നമുക്കറിയാം, ആരാണെന്നറിയാം, അത് പരസ്യമായ രഹസ്യവുമാണ്. പക്ഷേ എന്നാൽ പോലും അവരുടെ പേര് പറയാൻ പാടില്ല, അവർ ഇരയെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ ഏത് രീതി വെച്ച് നോക്കിയാലും നമ്മുടെ ഹണി റോസിന് നേരിട്ടത് അപമാനം തന്നെയാണ്. എന്നിട്ട് അവരുടെ പേര് പറയുന്നതിന് എന്താ ഒരു തടസ്സവും ഇല്ലേ? അവർ ഇരയാക്കപ്പെട്ട ആളല്ലേ, അപ്പോൾ അവർ ഇര എന്നല്ലേ പറയേണ്ടത്? എൻ്റെ ഡൗട്ടാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് വിവരമില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ക്ഷമിച്ചുകളാം, എൻ്റെ ഡൗട്ടാണ്. ഈ ഒരു ഡൗട്ടിനുള്ള മറുപടി ആരായാലും ഒന്ന് തന്നേക്കണം കേട്ടോ. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ആരിൽ നിന്നാണോ നമുക്ക് അപമാനം നേരിട്ടത് ആ വ്യക്തിയാണോ ശരിക്കും പറയുകയാണെങ്കിൽ ഇര എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതായത്
ഇരയാക്കപ്പെട്ട ആള് ഹണി റോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹണി റോസിൻ്റെ പേര് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? ഓർത്തു നോക്കൂ, ഇരയാക്കപ്പെട്ട വ്യക്തി ഹണി റോസ് ആണെങ്കിൽ ഹണി റോസിൻ്റെ പേര് തുറന്നു പറഞ്ഞത് ശരിയായില്ല. അതേസമയം ഏത് തരത്തിലാണോ ഇവർക്ക് പീഡനമേറ്റത്, അത് ലൈംഗിക ചുവയോടുകൂടിയുള്ള നോട്ടമായാലും ആ രീതിയിലുള്ള അശ്ലീല പദപ്രയോഗം വഴിയായാലും ഇനി ടച്ച് വഴിയായാലും ഇനി ഏത് തരത്തിലായാൽ പോലും ഏത് വ്യക്തിയിൽ നിന്നാണോ ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദന നേരിട്ടത്, അപ്പോൾ ആ വ്യക്തി ഇരയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇരയാക്കപ്പെട്ടവരുടെ പേര് പറയാൻ പാടില്ല. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹണി റോസിൻ്റെ പേര് പറയുകയും ചെയ്തു. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആര് വഴിയാണോ ഇവർക്കിത് അനുഭവപ്പെട്ടത് ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇരയാക്കപ്പെട്ടത് ഇവിടെ ആ പറയുന്ന വ്യക്തിയാണോ? ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തിയാണോ ഇരയാക്കപ്പെട്ടത്? അല്ലല്ലോ, ഹണി റോസ് അല്ലേ ഇരയാക്കപ്പെട്ടത്. എന്നിട്ടും അവരുടെ പേര് പറഞ്ഞു, ഓപ്പോസിറ്റ് സൈഡിൽ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് വളരെ മോശമായിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അത് ഹണി റോസാണ് പറയാതിരുന്നതെങ്കിലും വേറെ ആരാണെങ്കിലും പറയാതിരുന്നതെങ്കിലും അത് തെറ്റായിപ്പോയി. അവർ പറയുന്നത് അവരെ ഒരു ഫംഗ്ഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വച്ച് അശ്ലീല പദപ്രയോഗം നടത്തി എന്നാണ് പറയുന്നത്. ആ ആളാണെന്ന് പറയുമ്പോൾ അന്നൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പോഴും അതിനെ പറ്റിയിട്ട് ട്രോളുകളും സംഭവങ്ങളൊക്കെ അന്നിറങ്ങിയ ട്രോളുകൾക്ക് തന്നെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് മുന്നിലുണ്ട്. അത് മറ്റാരുമല്ല, എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കുന്നത് എന്തിനാ? നമ്മളെല്ലാവരും കണ്ടതല്ലേ. മറ്റാരുമല്ല, നമ്മൾ ബോച്ചെ എന്ന സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ബോബി ചെങ്ങന്നൂരാണ്. പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവമാണ് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുക എന്നൊക്കെ ഉള്ളത് പുള്ളിക്കാരൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പുള്ളി അന്ന് ആ ഒരു സമയത്ത് കുന്തി ദേവി എന്നൊരു പദപ്രയോഗം നമ്മുടെ നമ്മുടെ ഈ പറയുന്നത് പോലെ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഒരു എന്താണ് മാലയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നിർത്തി ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ അത് നമുക്ക് തന്നെ പറയാതെ അറിയാം ആള് ആരാണ് എന്ന് വെളിപ്പെടുത്താതെ തന്നെ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം ഇവർ അയാൾ വഴി ഉള്ള ഉദ്ഘാടനങ്ങളിലൊന്നും പോവാതെയായി എന്നാണ് പറയുന്നത്. അങ്ങനെ പോവാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് പുള്ളിക്കാരൻ ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ചെന്നിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുന്നു എന്നാണ് അവർ പരാതി പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇവർ ഫേസ്ബുക്കിലോ മറ്റോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് കുറേ ഞരമ്പന്മാരും ഞരമ്പത്തികളൊക്കെ ഇവരെ കുറ്റപ്പെടുത്തി പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇട്ട എല്ലാവർക്കും എതിരെയായിട്ട് ഇവർ കേസ് കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്, വാർത്തകൾ വഴി അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ത്രീയെ ആയാലും പുരുഷനെ ആയാലും ഒരു പരിധിയിൽ കൂടുതലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ കമൻ്റ് ഇടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷേ അപ്പോഴും എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഹണി റോസിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കൂടുതൽ വിമർശിക്കപ്പെടുന്നത്? നമ്മുടെ ഒരു എന്താണ് ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, മറ്റൊരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ശരിയല്ല. ഒരു വ്യക്തിയും ഒന്നും തികഞ്ഞവരല്ല. ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ വേണമെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യാൻ പറ്റും. കാരണം മത്തങ്ങി തല പോലെ മുടിയൊക്കെ മുട്ടയടിച്ചു, പിന്നെ പോരെങ്കിൽ എന്താണ് നല്ല തടിയുണ്ട്. അപ്പോൾ എന്നെയും ബോഡി ഷെയ്മിങ് ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം. പക്ഷേ ബോഡി ഷെയ്മിങ് വളരെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം തികഞ്ഞ ആളാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെ ചിന്തിച്ച് നോക്കണം. കാരണം ചിലപ്പോൾ കാണാൻ നല്ല ബ്യൂട്ടി ആയിരിക്കും, ആണായാലും പെണ്ണായാലും കാഴ്ചയ്ക്ക് ഭയങ്കര ഗ്ലാമറായിരിക്കും. പക്ഷേ ഓർക്കണം അവർക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെന്നും തന്നെ ഇരിക്കട്ടെ, അവർക്ക് നല്ലൊരു ഫാമിലി ഉണ്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് എല്ലാം തികഞ്ഞ ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാളെ നേരെ വിരൽ ചൂണ്ടുന്നതെങ്കിൽ അത് കേൾക്കാൻ കൊള്ളാം. ശരിക്കും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. ഈ ഞാൻ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പോരായ്മകൾ ഒരുപാടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒട്ടും ശരിയല്ല. പിന്നെ എനിക്ക് ഈ പറയുന്ന പെൺകുട്ടിയോട് ഹണി റോസിനോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണെങ്കിലും അത് ദൈവം തരുന്നത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ശരീരം ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് താങ്കളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വച്ച് കെട്ടിയാണ് വച്ചിരിക്കുന്നതെന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട്.
പക്ഷെ ഞാൻ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. താങ്കളുടെ പഴയ ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സാധാരണ ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് താങ്കളുടെ ശരീരം. എന്നാൽ കുറച്ച് വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും അധികം അങ്ങനെ ബാക്ക് ഭാഗമൊന്നും ഇത്രയും അങ്ങനെ ആ ഒരു രീതിയിൽ വരുന്നതായിട്ട് കാണുന്നില്ല. അതല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്നത് കണക്കുള്ള സംഭവങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷേ ഇനി താങ്കളുടെ കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇനി അഥവാ താങ്കൾക്കിത് വച്ചുകെട്ടൊന്നും അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നാച്ചുറലായിട്ട് ദൈവം തന്നത് തന്നെയാണെന്ന് ഇരിക്കട്ടെ. പക്ഷേ എന്നാലും കുറ്റം പറയുന്നവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പറയുന്നതാണ്. നമ്മുടെ ശരീരം ഏത് രീതിയിലുള്ളത് തന്നെയോ ആകട്ടെ, പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആകർഷണമല്ല തോന്നുന്നത്, അരോചകമാണ് തോന്നുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്തസ്സുള്ള സ്ത്രീകൾക്കൊന്നും അവരുടെ മുന്നിൽ പോയി നിന്ന് ഈ അവരുടെ ആ ഒരു വേഷം കാണുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അവരുടെ വേഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അവരുടെ കാര്യമല്ല. അവർ കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല കളറാണ്, നല്ല സുന്ദരിയാണ്, നല്ല ചിരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ ആ ഒരു വേഷവിധാനം എന്ന് വെച്ചാൽ ഏത് സ്ത്രീകൾക്കും തൊലി പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. ഏത് സ്ത്രീകളെന്ന് ഉദ്ദേശിച്ചത് എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ. ഇനി എന്നെ കുലസ്ത്രീ എന്ന് പറഞ്ഞ് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുലസ്ത്രീ എന്ന് പറയുന്നതിൽ വലിയ അപമാനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി സാരി ഉടുക്കുന്നതിന് കുഴപ്പമില്ല. സാരി ഉടുക്കാം, സാരി രണ്ട് രീതിയിൽ ഉടുക്കാം. സാരി മാന്യമായ രീതിയിൽ ഉടുക്കാനും പറ്റും, വൾഗറായ രീതിയിൽ ഉടുക്കാനും പറ്റും. സാരി എന്നൊരു വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മാന്യതയുള്ള വസ്ത്രമാവുന്നതും സാരിയാണ്, ഏറ്റവും മോശപ്പെട്ട വസ്ത്രമാവുന്നതും സാരിയാണ്. അത് ഉടുക്കുന്നവൻ്റെ രീതി അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഡ്രസ്സുകൾ ഈ സ്ത്രീ ഇട്ട് കഴിഞ്ഞാലും കൈയില്ലാത്തതും കക്ഷം കാണിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും സർവ്വസാധാരണമായിട്ട് നാട്ടുപുറത്ത് പോലും പിള്ളേരിടുന്ന ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ഇവർ ആ ഡ്രസ്സ് ഇടുന്നതല്ല, ഇവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറ്റുള്ളവരിലേക്ക് ആകർഷണമുണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ എടുത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കുന്നത്. അത്തരത്തിൽ പോരെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗം പ്രത്യേകിച്ചും ഇറുക്കി അങ്ങ് വയ്ക്കും. ബ്രസ്റ്റിൻ്റെ ഭാഗം, ബട്ടക്സിൻ്റെ ഭാഗം ഇറുക്കി അങ്ങ് വെച്ച് വയറ് എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ കാണുന്നവർ വിചാരിക്കും ഇത് പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നും. ആ രീതിയിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ അത് കാണുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കും. അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അത് തെറ്റ് തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെയാണ് ആ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ വളരെ മോഡേണായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരെ ഒന്നും നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല, ഒരിക്കലും പറയത്തില്ല. അതൊക്കെ വസ്ത്രസ്വാതന്ത്ര്യമാണ് ഓരോരുത്തർക്കും. എന്നാൽ ചോദിക്കും നിങ്ങൾക്ക് വസ്ത്രസ്വാതന്ത്ര്യം ഇല്ലേ എന്ന്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കൂ, ഒരുപാട് സെലിബ്രിറ്റികളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ അത്രയും മോശമായിട്ട് വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആളുകൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലെ നിങ്ങളുടെ ഈ ഒരു വസ്ത്ര രീതി കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ബോബി ചെമ്മന്നൂരിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തത് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അദ്ദേഹത്തിനെതിരെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. മിക്ക പത്രങ്ങളിലും അതുപോലെ റിയാക്ഷൻ വീഡിയോകളിലൊക്കെ അദ്ദേഹത്തിൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറുനാടൻ മലയാളി എന്നുള്ള ചാനലിലും മലയാളി വാർത്തകളിലൊക്കെ ഈ ബോബി ചെമ്മന്നൂരിനെ തന്നെ വച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആണെന്ന് തീർത്തും മനസ്സിലാക്കുന്നത്. അല്ലാതെ തന്നെ കേട്ടപ്പോൾ ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷേ അത് ക്ലിയർ ആയത് ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ്. അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പറയും പോലെ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് പവറുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോഴത്തേക്ക് താങ്കൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നറിയുമ്പോഴത്തേക്ക് താങ്കളെ കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് പവറുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാം കളതീർന്നൊരു നല്ല മനുഷ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒന്നും അറിയില്ല. മറ്റുള്ള വാർത്തകളിലൊക്കെ വന്ന് കണ്ടും കേട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ, എനിക്കല്ലാതെ അദ്ദേഹത്തെ അറിയില്ല. അപ്പോൾ പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ബോച്ചെ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് ഫാൻസ് പവറുണ്ട്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തിന് എതിരെയാണ്
ഇതുപോലെ ഒരു മുന്നോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകർ വന്നിട്ട് താങ്കളെ കമൻ്റ് ഇടുന്നത് സ്വാഭാവികമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ താങ്കളുടെ വസ്ത്രധാരണം കൊണ്ടായിരിക്കണം താങ്കളെ മറ്റുള്ളവർ വിമർശിക്കുന്നത് എന്ന രീതിയിലായിരിക്കും കമൻ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ആ കമൻ്റ് ഇടുന്നവർക്കെതിരെ താങ്കൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് എന്ത് വാല്യൂ ഉള്ളത്? ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങൾ ആ കമൻ്റ് ഇട്ടിരിക്കുന്നവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരേ ഒരു കാര്യം പറയാനുള്ളൂ. 1000 കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യൻ്റെ വായ പോലും മൂടിക്കെട്ടാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാതെ ചിലപ്പം കേൾക്കത്തക്ക രീതിയിൽ ആളുകൾ നിശബ്ദരായിരിക്കും, പക്ഷേ മാറി നിൽക്കുന്ന സമയത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും എല്ലാവരും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ. എല്ലാവരും സെലിബ്രിറ്റീസൊക്കെ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പൂർണിമ മോഹൻ്റെ മകളൊക്കെ ഇപ്പോൾ ആളുകൾ ഇടയിലിപ്പോൾ വൈറലായി ഒരുപാട് ചർച്ചാ വിഷയമൊക്കെ ആയതാണ് അവരുടെ വേഷവിധാനങ്ങളെയൊക്കെ പറ്റിയിട്ട്. പക്ഷേ അവർ വസ്ത്രവിധാനം ചെയ്യുമ്പോഴും അതിനൊരു എന്താണ് പറയുന്നത്, മറ്റുള്ളവർക്ക് അയ്യോ ഇങ്ങനെ ആയി പോകത്തില്ല, മനസ്സിലായില്ലേ? പക്ഷേ താങ്കളുടെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരാവയവങ്ങൾ മൊത്തത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് പറയുന്നത്, ഒരു ബൊമ്മ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ മെത്തേഡിലാണ്. അത് മാത്രമല്ല, ഉദ്ഘാടനത്തിനൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന സ്ഥലത്തൊക്കെ താങ്കൾ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് താങ്കൾ വിമർശിക്കപ്പെടുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് താങ്കൾ വിമർശിക്കപ്പെടുന്നത്. എന്നിട്ട് വിമർശിക്കുന്നവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനുള്ള അവസരങ്ങൾ നമ്മൾ വച്ചു കൊടുത്തിട്ടല്ലേ? എന്തല്ലേ? സ്വയം വിമർശിക്കാനായിട്ട് നിന്ന് കൊടുത്തിട്ട് ഞാൻ ഇത്രയും നാളും റിയാക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ കൂടി വരുന്നു മനുഷ്യർക്ക് നിങ്ങളോടുള്ള പ്രതികരണം അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ കമൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം വന്നിട്ടില്ലല്ലോ. അന്നോട്ട് ഇന്ന് വരെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന വേഷങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും വേഷം കെട്ടല്ലേ? ആ ഒരു വേഷത്തോടു കൂടി ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ശരിക്കും നിങ്ങളുടെ പാരൻസിനെ വേണം സമ്മതിക്കേണ്ടത്. അവർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതല്ലേ നിങ്ങളോട് ഈ വേഷവിധാനത്തെ കുറിച്ചിട്ടൊക്കെ? പിന്നെന്തിനാ നമ്മൾ പൈസ ഉണ്ടാക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ മറ്റുള്ളവർ കണ്ടാലേ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രീതിയിലൊക്കെ വേഷം കെട്ടി നടന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് എന്താണ് ലാഭം? അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മറ്റു പലരും വന്നിട്ട് പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്, വസ്ത്രധാരണത്തിനൊക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഇന്ത്യ എന്ന് പറയും. അതെ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ ഇരുന്ന് പറയുന്നത്. ആ പറയുന്നവരോട് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. വസ്ത്രധാരണത്തിന് മാത്രമല്ല, എന്ത് കഴിക്കാം എന്ത് പറയാം എന്നുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷെ പറയുന്നത് മാന്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം. ഞാൻ മാന്യതയുടെ അതിർവരമ്പുകളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ മാന്യമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ വസ്ത്രം ധരിച്ചൊക്കെ നിൽക്കുന്ന കണ്ടാൽ ശരീരത്തിൽ പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. കാരണം അത്രയും ഇറുകിയ രീതിയിലും അത്രയും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കത്തക്ക രീതിയിലുമാണ് മാഡത്തിൻ്റെ വസ്ത്രധാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർ ബാഡ് കമൻ്റ് ഇടുന്നതും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുന്നതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നല്ല മോഡേണായിട്ടൊക്കെ നടന്നോളൂ. പക്ഷേ ഇത്രയും ഈ മോഡലിങ്ങിൽ നിന്നും ഇത്രയും വൾഗറായിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഈ പറയുന്ന കണക്ക് ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഈ കമൻറ്റുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വന്നോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഒരു തരത്തിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലോ അല്ല പറഞ്ഞത്. ഞാൻ വളരെ നാച്ചുറലായിട്ട് ഞാൻ സംസാരിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് മാത്രമല്ല, പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും ബൈ.